ഞാൻ കുറച്ച് വർഷങ്ങളായിട്ട് ഒരു റിസർച്ചിലായിരുന്നു. ഓക്കെ, ഒരു 5-6 വർഷമായിട്ട് റിസർച്ചിലായിരുന്നു. പണ്ട് മുതൽ ഞാൻ കൃഷി കാര്യങ്ങളൊക്കെയാണ്. അതോടൊപ്പം ഞാൻ പഠിച്ചത് കെമിക്കൽ എഞ്ചിനീയറിംഗ് ആണ്. പിന്നെ ഞാൻ സിംപ്ലിഫൈഡ് കുണ്ടലിനി യോഗ ട്രെയിനറാണ്. അതോടൊപ്പം കായ്കൽപ്പ യോഗ ട്രെയിനറാണ്. മെഡിറ്റേഷൻ കാര്യങ്ങളെല്ലാം അത്യാവശ്യം കുറച്ച് എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം ബ്ലെൻഡ് ചെയ്തുകൊണ്ട് അതോടൊപ്പം നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം എല്ലാം വെറും ബുദ്ധിശൂന്യമാണ്, വെർത്ത്ലെസ് ആണെന്ന് നമുക്കിപ്പോൾ കാണുന്ന സൊസൈറ്റിയിൽ അറിയാം അല്ലേ. പണ്ടെല്ലാം സ്ലേവറി എന്നുള്ളൊരു കൺസെപ്റ്റേ ഉണ്ടായിരുന്നു. ഇപ്പൊ സ്ലേവറി അല്ല, അബ്രോഡ് സ്റ്റഡീസും അതോടൊപ്പം അവിടുത്തെ ജോലി എടുക്കുക എന്നുള്ള സ്ലേവറിയുടെ പുതിയൊരു മോഡേൺ നെയിം. അതായത് ഇവിടെ ജോലിയില്ല, ഇന്ത്യ എന്നുള്ളൊരു മഹാരാജ്യത്ത് ജോലിയില്ല. ഓക്കെ, അപ്പൊ അവിടെ പോയിട്ട് അടിമപ്പണി ചെയ്യുന്നു, കുറച്ച് കഴിയുമ്പോൾ അവർ ഇങ്ങോട്ട് വിടും. അപ്പൊ ഇതെല്ലാം എന്നെ അലട്ടിക്കൊണ്ടിരുന്നു വെച്ചു. അതോടൊപ്പം പിന്നെ കുഞ്ഞു പിള്ളേരെല്ലാം പീഡിപ്പിക്കുന്നു അല്ലെ, ചെറിയ പ്രായഭേദമന്യേ കുഞ്ഞുങ്ങളെല്ലാം പീഡിപ്പിക്കുന്നു. അതായത് ഒരു റോട്ടിൽ കൂടി ഒരു കുഞ്ഞു നടന്നു പോകുമ്പോൾ പട്ടി ഓടിച്ചിട്ട് കടിക്കുന്ന പോലെ ഒറ്റക്കൊരു കുഞ്ഞോ അല്ലെങ്കിൽ ആണോ പെണ്ണോ ആയിക്കോട്ടെ ആളുകള് അവനെ അല്ലെ ലൈംഗികമായിട്ട് ചൂഷണം ചെയ്യുന്നു. അപ്പൊ ഇതെല്ലാം മനുഷ്യൻ മൃഗമായി മാറി എന്നുള്ളതിന് 100% ഉറപ്പാണ്. അപ്പൊ അതിന് കൂട്ടുനിന്നത് ഇവിടുത്തെ ഈ പറയുന്ന ഗവൺമെന്റും ജുഡീഷ്യറിയും അതോടൊപ്പം ഇവിടുത്തെ സിസ്റ്റം എല്ലാം കൂടി ആകുമ്പോൾ നമ്മൾ ആ ഒരു റിസർച്ച് കംപ്ലീറ്റ് ചെയ്തു. വേറൊന്നുമല്ല, നമ്മളെ ഭരിക്കുന്ന ആൾക്കാരും അതോടൊപ്പം ഭരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന ഒരു സ്റ്റേറ്റ് ഗവൺമെന്റ് സെൻട്രൽ ഗവൺമെന്റ് അല്ല, നമ്മളെ ഭരിക്കുന്നത് അമേരിക്ക അതുപോലത്തെ കൺട്രീസ് ആണെന്നും എനിക്ക് അതോടൊപ്പം മനസ്സിലായി. അങ്ങനെയാണ് 2030 അജണ്ടയുടെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി വന്നത്. അപ്പോൾ ഇതിനു മുമ്പെല്ലാം നമ്മൾ പറയേണ്ടത് ഈ ശരീരം എന്താണ്, അല്ലെങ്കിൽ ശരീരവും മനസ്സും ഇതെല്ലാം എന്താണെന്ന് ആദ്യം ഒന്ന് അറിയണം. ഇതൊന്നും നമുക്ക് യാതൊരു എഡ്യൂക്കേഷൻ സിസ്റ്റം പറഞ്ഞു തരില്ല, കാരണം അവർക്ക് പോലും അറിയാത്ത കാര്യങ്ങൾ. അതോടൊപ്പം നമ്മുടെ ട്രീറ്റ്മെന്റ് സിസ്റ്റം, അതായത് നമ്മളെ നശിപ്പിക്കാൻ വേണ്ടി ആര് ഓറിയന്റ് ചെയ്യുന്നു, അവരെഴുതി തരുന്ന മരുന്നാണ് നമ്മൾ കഴിക്കുന്നത്. ഓക്കെ, ഡോക്ടർ എന്നുള്ള കൺസെപ്റ്റിൽ വേറൊന്നുമല്ല, ഞങ്ങൾക്ക് ഹോളിസ്റ്റിക് ട്രീറ്റ്മെന്റ് സെന്ററും ഉണ്ട്. ഓക്കെ, അടിമല്ല് ഹോളിസ്റ്റിക് ട്രീറ്റ്മെന്റ് സെന്റർ ഉണ്ട്. അപ്പൊ ഇതെല്ലാം കൂടി ബ്ലെൻഡ് ചെയ്ത് യോഗ, വേദങ്ങൾ, അതോടൊപ്പം കെമിക്കൽ എഞ്ചിനീയറിംഗ്, അതോടൊപ്പം ലൈഫ് എക്സ്പീരിയൻസ്, കോമൺ സെൻസ്, ഇതെല്ലാം വെച്ചിട്ടാണ് എൻ്റെ ആ ഒരു റിസർച്ച് ഞാൻ ചെയ്തത്. അതിന്റെ നോട്ടെല്ലാം ഞാൻ എഴുതിയിട്ടിട്ടുണ്ട്. അതോടൊപ്പം ഇത് ഇനി നിങ്ങളോട് പറയണം, കാരണം നമ്മൾ ഇനി എലി കുരങ്ങൻ ആ ഒരു കാറ്റഗറി പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാവരും സംരക്ഷിക്കേണ്ട ആ സമയം എത്തിക്കഴിഞ്ഞു, കാരണം ഇനി വളരെ കുറച്ച് നാളും കൂടിയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ എന്താണ് ഈ ഒരു ശരീരം? ഓക്കെ, എന്താണ് ഈ ശരീരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും. നമ്മളെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ആൾക്കാർ, അതായത് യാതൊരു അറിവില്ലാത്ത ഒരു ആൾക്കാർ നമ്മളെ ഭരിക്കാനിരിക്കുന്നു. അവർ പറയുന്ന കാര്യം മീഡിയ വഴി നമ്മൾ കേൾക്കുന്നു, നമ്മൾ അത് വിശ്വസിക്കുന്നു. ഇങ്ങനെയാണ് ഇത്ര നാള് പോയിക്കൊണ്ടിരുന്നത്, അതായത് വർഷങ്ങളോളം പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഡെമോക്രസി എന്ന് പറയുമ്പോൾ ഒരുപാട് മന്ത്രിമാരും അതോടൊപ്പം തന്നെ അല്ലെ കളക്ടർമാരും ഈ പറയുന്ന IAS IPS ഓഫീസേഴ്സ് ഇവരെല്ലാവരും ഉള്ളത് അവരുടെ നൂൽപ്പാവകളാണ്. അതുകൊണ്ട് തന്നെയാണ് അല്ലെ ഒരു കുഞ്ഞിനെ പീഡിപ്പിക്കുന്നു, പിന്നെയും കുഞ്ഞുങ്ങളെ പീഡിപ്പിക്കുന്നു, പിന്നെയും കള്ളന്മാരും വരുന്നു, മോഷണം നടക്കുന്നു, ദുഷ്ടതരങ്ങൾ നടക്കുന്നു. ഇതെല്ലാം ആരും നിയന്ത്രിക്കുന്നില്ല. 1947 ആ ഒരു നിയമങ്ങളാണ് ഇപ്പോഴും ഇവിടെ ഫോളോ ചെയ്യുന്നത്. പക്ഷെ 1947 മെന്റാലിറ്റി അല്ല മനുഷ്യരുടെ. ഇപ്പൊ അത് മനുഷ്യരായിരുന്നു, ഇപ്പൊ മൃഗങ്ങളാണ് ഇവിടെ ജീവിക്കുന്നത്. അപ്പോൾ മൃഗങ്ങളെ ആ ഒരു രീതിയിൽ കൺവേർട്ട് ചെയ്യാൻ ഇവിടുത്തെ നിയമങ്ങളും എല്ലാം സംരക്ഷിക്കുന്നു. അപ്പോൾ ഇതെല്ലാം കൂടി വായിക്കുമ്പോൾ ഈ ഒരു സിസ്റ്റം കംപ്ലീറ്റ് ആയിട്ട് പൊളിച്ചെഴുതി തീർക്കേണ്ട സമയമായി. അതുകൊണ്ട് തന്നെയാണ് നേപ്പാൾ എല്ലാം യങ്സ്റ്റേഴ്സ് എല്ലാവരും പോയി എല്ലാം തകർത്ത് നശിപ്പിച്ചെല്ലാം ഇല്ലാതാക്കിയത്. അപ്പോൾ ഇന്ത്യ എന്നുള്ള മഹാരാജ്യത്തും അങ്ങനെ ഒരു സാഹചര്യം വന്നേ പറ്റൂ.